ജങ്ങാര, മരുന്നും ഗുളിയോണ്ടും മാറുമെന്ന് നിനക്ക് തോന്നണുണ്ട? നിനക്കെങ്കിലും ഇത്തിരി വിവരവും വകതിരിവും ഉണ്ടാവുന്ന ഞാൻ കരുതി. ഈ ചെലവാക്കണോണ്ട് കാവിന് കുറച്ച് എണ്ണ വാങ്ങിച്ച് തിരിവെച്ച അതിനുള്ള ഗുണം ഉണ്ടാവും. നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് പോകാവോ? സ്വൈര്യം തരില്ലെന്ന് വെച്ചാ ഞാൻ പറഞ്ഞ കുറ്റ അനുഭവിക്കും. നോക്കിക്കോ, 3 എണ്ണത്തിന് ചങ്ങലയെ പൂട്ടിയത് കണ്ടോടാ. 4ാമത്തേത് കൂടി കാണിക്കല്ലേ എന്റെ ദേവി. പാലില്ല. ഗോപിനാഥൻ വന്നിട്ട് എങ്ങടേക്കാ പോയേ? ആർക്കറിയാം, വായനശാലയിൽ കാണുമായിരിക്കും. ബാലന് പണം വല്ലതും എത്തിക്കണോ ആവോ? ഡോക്ടർ രഘുവരൻ നമ്മുടെ അമ്പാട്ടെ കുട്ടികൃഷ്ണൻ നായരുടെ നടുവിലത്തെ കുട്ടിയാത്രേ. സ്കൂളിൽ പഠിക്കുമ്പോ ഗോപിയുടെ കൂടെ ഇവിടെ വന്ന ഓർമ്മയുണ്ട്. ആ, ഞാൻ ഇറങ്ങാ. അങ്ങാടിയിലുണ്ടെങ്കിൽ ഗോപിയെ കാണാൻ നോക്കാം. ഇന്ദിര അവള് വല്ലാണ്ട് വിഷമിക്കുന്നുണ്ടാവില്ലേ? മുറിയിൽ നിറങ്ങുന്നേ ഇല്ല അവള്. ഹരിക്കുട്ടന്റെ ചോദ്യങ്ങളാ സഹിക്കാൻ പറ്റാത്ത. പ്രാർത്ഥിക്കാൻ പറ. ദേവി അവളോട് ദയ കാട്ടാണ്ടിരിക്കില്ല. അമ്മേ രക്ഷിക്കണേ. ബാലൻ വന്നോ? ഇല്ല. പിന്നെ ആരുടെ കാറ്? ഏടത്തിയുടെ അച്ഛൻ വന്നതാ. ദാമോദരന്റെ? അവനിപ്പോ കാറിലൊക്കെ നടത്താം. ഏത് കാറിൽ വന്നാലെന്താ? എലിഞ്ഞിക്കിലെ രാമൻകുട്ടിയുടെ മോനെ ഇവിടെ എല്ലാവർക്കും അറിയാം. മുത്തശ്ശിക്കൊന്നും മിണ്ടാണ്ടിരിക്കാവോ? ഇങ്ങനെയുണ്ടോ അസൂയ? അസൂയ? പണ്ടൊക്കെ ഇവന്റെ അച്ഛനെ ചെരുപ്പിട്ട് ഈ പടിപ്പുറയ്ക്കകത്ത് കാലുകുത്തില്ല. കള്ളനാ. പാട്ടം കണക്കിന് തൂക്കില്ല. എപ്പ വന്നാലും കണ്ണീരും കയ്യും. വിളവുണങ്ങി വെള്ളം വറ്റി. അച്ഛന്റെ കൂടെ മോനും ഉണ്ടാവും, നീർക്കോലി പോലെ ഒരു ചെക്കൻ. എപ്പ വന്നാലും അടുക്കളപ്പുറത്തുനിന്ന് പോവില്ല. എത്ര കൊടുത്താലും ദാരിദ്ര്യം തന്നെ. ഇന്ന് കാറ് കൊണ്ട് വന്നപ്പോഴേ മരത്തേമ്പിള്ളിക്കാര് വിറയ്ക്കുന്ന അവന്റെ വിചാരം. ഈ പഴങ്കഥകളൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലേ, അതൊന്നും മറക്കാൻ പാടില്ല. മരത്തേമ്പിള്ളിന്ന് ബന്ധുത്വം കൂടി ആയപ്പോ ഇവൻ നിലത്തൊന്നുമല്ല. ബാലന്റെ ഒറ്റ വാശിയാ. അല്ലെങ്കിൽ അരഞ്ഞിക്കിലെ രാമോരെ ഈ പടിക്കകത്ത് കാല് കുത്തുവോ? അന്ന് ഞാൻ പറഞ്ഞതാ, ശാപം കിട്ടി തറവാടാണ്, ഈ ബന്ധം വേണ്ടെന്ന്. കേട്ടില്ല. ഇപ്പൊ എന്തായി? ബാലേട്ടനൊന്നുമില്ല, എല്ലാം വെറുതെ പറയുന്നതാ. നാട്ടുകാർ പറയുന്നത് മുഴുവൻ വെറുതെയാ. ഇപ്പൊ ഭ്രാന്താശുപത്രിയിലെ ഡോക്ടർ ചികിത്സിക്കുന്നത് വെറുതെയാ. എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാ എടുത്തു. നീയും കുട്ടികളും എന്നോടൊപ്പം പോരണം. ഇല്ല, ഞാൻ വരില്ല. വരാതെ പറ്റില്ല. നിന്നെയും കുട്ടികളെയും കൊണ്ട് ഞാൻ പോവൂ. ബാലേട്ടൻ എവിടുണ്ടോ അവിടെയാണ് ഞാൻ. വിധി എന്തു ആയിക്കോട്ടെ, ഞാൻ സഹിച്ചോളാം. അങ്ങനെ നിന്നെ ഈ നരകത്തിൽ ഉപേക്ഷിച്ചു പോവാൻ എനിക്ക് കഴിയില്ല മോളെ. എനിക്കാണും പെണ്ണുമായിട്ട് നീ മാത്രമേ ഉള്ളൂ. ബാലനോടൊന്ന് ചോദിച്ചിട്ട്. തലയ്ക്ക് സ്ഥിരമില്ലാത്ത ആളോട് എന്ത് ചോദിക്കാനാ ദൈവമേ? എന്റെ മോളുടെ ജീവിതം നശിച്ചു. അവളുടെ കുട്ടികളുടെ ഭാവിയെങ്കിലും നോക്കണ്ടേ? എപ്പോ വന്നു? ഇത്തിരി നേരമായി. ഇന്ദിരയും മക്കളെയും കൊണ്ടുപോകണം ഇല്ലേ? അതേ എങ്ങനെട്ടാ, കുട്ടികളുടെ ഭാവിയെങ്കിലും നമ്മൾ നോക്കണ്ടേ? ഇവർക്കത് മനസ്സിലാവണില്ല. ഞാൻ പോവില്ല വല്യമ്മ. മോളെ, കുറച്ചു ദിവസം നീ വീട്ടിൽ പോയി നിൽക്ക. എത്ര ദിവസമായി നീ തീ തിന്നാൻ തുടങ്ങിയിട്ട്. കുട്ടികൾക്കും ഒരാശ്വാസം. അവനൊന്നും വരുത്തരുതെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അവൻ വരുമ്പോ നിന്നെ അറിയിക്കാം. മണിക്കുട്ടി, വേഗം പോരണിട്ടോ. മുത്തശ്ശി കൊറേ കഥകൾ ഓർത്തു വയ്ക്കാം. വൈകിയുണ്ട്. രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് പുറപ്പെട്ടോളൂ. വരുമ്പോ
മോളെ അറിയിക്കാം. ഏടത്തി പോവാണോ? ഏടത്തി അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഗോപി ഉദ്യോഗസ്ഥനാകാൻ പോണു. കൽക്കട്ടയിലാ പോസ്റ്റിംഗ്. എന്നാ പോകണ്ടേ? 2 ആഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യണം. നടക്കുകയാണെങ്കിൽ അതിന് മുമ്പ് നടക്കും. അടുത്ത ദിവസം അവർ വരാന്നാ പറഞ്ഞിരിക്കുന്നേ. ചെക്കന് ബന്ധുക്കളായിട്ട് ഒരമ്മാവൻ മാത്രമേ ഉള്ളൂ. അതും ഒരകന്ന ബന്ധം. ജോലി ബോംബെയിലാന്നാ പറഞ്ഞേ. പ്രായം ഒരിത്തിരി കൂടുതലാ. എല്ലാം ഒത്തുവരാൻ നോക്കിയാ അവക്കും പ്രായം കൂടി വരില്ലേ. പിന്നെ കുടുംബത്തിന്റെ ദോഷവും. ബാലേട്ടനോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് പോരെ? വരട്ടെ. പെണ്ണിന് ഒരാങ്ങളെ ഉള്ളൂന്നാ പറഞ്ഞിരിക്കുന്നേ. ഇനി ആ ഒരു കാരണത്തിൽ ഇതും മുടങ്ങിപ്പോയാലോ? നാട്ടിലൊക്കെ പാട്ടാ. എങ്കിലും ബാലനെ അറിയിക്കാതെ അത് വേണ്ട ഏട്ടാ. അല്ലാണ്ട് എന്താ ചെയ്യാ? അവളിങ്ങനെ നിന്നാ മതിയോ? നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. പിന്നത്തെ കാര്യല്ലേ, അത് വരും പോലെ വരട്ടെ. ശരിയാണമ്മേ, ക്രൂരമാണ്. സുമിത്രയ്ക്ക് വേണ്ടിയല്ലേ? ബാലേട്ടന് മനസ്സിലാവും. ഒരു കണക്കിന് ബന്ധുക്കളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന തന്നെയാ ഭേദം, അല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇനിയും വേഷം കെട്ടി നിന്നു കൊടുക്കണമെന്ന്, എന്നിട്ട് എന്തെങ്കിലും ദോഷം പറഞ്ഞ് അപമാനിച്ച് ആർക്കും ഭാരാവില്ല ഞാൻ. ആർക്കും. അങ്ങനെ തോന്നുമ്പോ ഭയം ഞാൻ കണ്ടിട്ടുണ്ട്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? നീ ഒരു ഭാരാണോ ഞങ്ങൾക്ക്? ദേ നോക്ക്, ഇത് നടക്കും, എനിക്ക് ഉറപ്പുണ്ട്. നമുക്കിവിടുന്ന് രക്ഷപ്പെടണ്ടേ കുട്ടി? ശാപം കിട്ടി ഈ തറവാട്ടിന്ന്. എനിക്ക് എങ്ങനെ രക്ഷപ്പെടാം? ഗോപിയേട്ടന് ഉദ്യോഗത്തിന്റെ പേരിൽ ദൂരെ നാട്ടിലേക്ക് രക്ഷപ്പെടാം. വല്യേട്ടനോ? ഇന്ന് ബാലേട്ടൻ ഭയങ്കര ഹാപ്പിയാണല്ലോ. ആ, ഗോപിയുടെ കത്തുണ്ട്. അവന് ജോലി കിട്ടി. ക്ലറിക്കൽ പോസ്റ്റാ LIC-ല്. ഓ, അപ്പൊ ഇന്ന് ആഘോഷിക്കേണ്ട ദിവസമാണല്ലോ. എന്തുകൊണ്ടും കുട്ടികളുടെ ഒരു വിവരമില്ല. ഒരു വരി പോലും കുറിച്ചിട്ടില്ല. എല്ലാവർക്കും സുഖം, അത്രേ ഉള്ളൂ. പോരെ? അത്രയല്ലേ വേണ്ടൂ? പോരാ, എനിക്കത് പോരാ. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രഘു പലതും ചെയ്യുന്നുണ്ട്. സിനിമ കാണിക്കുന്നു, ക്ലബിൽ കൊണ്ടുപോകുന്നു, ബീച്ചിൽ കൊണ്ടുപോകുന്നു. പക്ഷേ എനിക്കൊരു സുഖവും തോന്നല്ല രഘു. എനിക്ക് ആരും പിരിഞ്ഞു നിൽക്കാൻ വയ്യ. എനിക്ക് പോണം. പൊയ്ക്കളെ. വിരഹവേദന കുറച്ച് എനിക്കുണ്ട്. മാസം 1 രമയെ കൊണ്ടുപോയിട്ട് ഇതുവരെ ഒന്നും തിരിഞ്ഞു നോക്കില്ല. നാളെ ഒരുമിച്ച് പോവാം. ആയിക്കോട്ടെ. പാചകമൊക്കെ കുട്ടി തന്നെ ആയിരിക്കും അല്ലേ? അസലായിട്ടുണ്ട്. അപ്പോ ഇനി ഒരു വരവിന് പോക്കിനൊന്നും ആളുമില്ല, സമയമില്ല. അടുത്തൊരു മുഹൂർത്തം നോക്കുക, ആ ചടങ്ങ് ഇങ്ങോട്ട് കഴിക്കുക. എന്താ അതുപോരെ? നിങ്ങൾക്ക് ഒരുക്കങ്ങൾ വല്ലതും വേണമെന്നുണ്ടോ? വേണമെന്നില്ല. ലീവില്ലേ? സദ്യയും ബഹളം ഒന്നും വേണ്ട. അതിനാളുമില്ല. പഞ്ചാംഗം ഇല്ലേ? പഞ്ചാംഗം
ഇദ്ദേഹം ഇവിടെ അടുത്തുള്ള ഒരു 2 വീട് അപ്പുറത്താ. നമുക്ക് വേണ്ടപ്പെട്ട ആളാ. ഇവര് നമ്മുടെ സുമിത്രയ്ക്ക് ഒരാലോചനയുമായി വന്നവരാ. ഞങ്ങളതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കെ. ഇവിടെ അടുത്ത് എന്തെന്ന് പറയും? ഇവിടെ തെക്ക് 2 വീട് അപ്പുറ വാടക. സ്വന്തം നാട് കൊച്ചാലയാ. നാട്ടിലേക്ക് പോണ വഴിയാ. ഇറങ്ങട്ടെ. പോട്ടെ. എന്റെ പൊന്നു മോനെ, അമ്മയോട് പൊറുക്കടാ. സാരല്ലമ്മേ, സാരല്ല. ബാലേട്ടാ. ഗോപി, ബാലേട്ടൻ അന്യനാക്കിയല്ലേ? കത്തെഴുതിയപ്പോ ഒരു വരി കൂടെ കുറിക്കായിരുന്നു. ബാലേട്ടൻ വരരുതെന്ന്. നമ്മുടെ സുമിത്രയ്ക്ക് വേണ്ടിയാ. നാട്ടിലൊക്കെ ഇല്ലാത്ത കഥകളാ. അതുകൊണ്ടൊരു നുണ പറയേണ്ടി വന്നു. അവൾക്കൊരു ജീവിതം, അത്രേ ചിന്തിച്ചുള്ളൂ. നന്നായി. ഭ്രാന്തനായ വല്യേട്ടൻ വേണ്ട. നന്നായി ഗോപി. ഞാനും എന്തും കുട്ടികളും ആർക്കും ഒരു തടസ്സാവില്ല. ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. അല്ലെങ്കിൽ എല്ലാരും കൂടെ ചേർന്ന് ശ്രീധരൻ മാമയുടെ മുറിയിൽ എന്നെ ചങ്ങലക്കിട്ട് പൂട്ടും.